ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. അഷ്ടമി രോഹിണി വരികയാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ ചർച്ച ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ അടുത്ത മാസമാണ്. പക്ഷേ വൈഷ്ണവ തിഥി അനുസരിച്ച് നമ്മുടെ വൃന്ദാവനത്തിലെ കലണ്ടർ പ്രകാരം ഇത് 16-ാം തീയതിയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ലീലകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളിലായിരുന്നു. അതുകൊണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ കഴിഞ്ഞ വീഡിയോ അത് ഗ്രൂപ്പിൽ നിന്ന് പോയി. കാരണം നമ്മൾ ലൈവിൽ മഹാഭാരതത്തിലെ കുറച്ച് പാട്ട് പ്ലേ ചെയ്തില്ലായിരുന്നു. അന്നേരം ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് അത് ലൈവ് ബ്ലോക്കായി. അതായിരുന്നു കഴിഞ്ഞ സത്സംഗം പിന്നെ എല്ലാവർക്കും കിട്ടാൻ പറ്റാഞ്ഞതായിരുന്നു. ഇന്ന് എന്തായാലും നമുക്ക് സത്സംഗം തുടരാം. ഭഗവാന്റെ ലീലകൾ, ഗുരുവായൂരപ്പൻ്റെ ലീലകൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ശ്രീമദ് ഭാഗവത്തിൽ നിന്നും ദശമസ്കന്ധത്തിൻ്റെ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ ആരംഭിച്ചത്. പരീക്ഷിത് മഹാരാജാവിൻ്റെ ചില ചോദ്യങ്ങൾ ശുകദേവ ഗോസ്വാമിയോട് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ശുകദേവ ഗോസ്വാമി സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ നമുക്ക് ആ ലീലകൾ നോക്കാം എന്താണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാം ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാമതായ നഗരഗ്രാമതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യപാദി പാശ്ചാത്യദേശധാരിണി. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി. ശ്രീവാർഷ്വാനബീ ദേവി ദേദായ കൃപാതൈ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവിരുദ്ധസിദ്ധാന്തഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രണംബരസാംബോധേ പദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവം ഭൂമിസ്ഥം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗുരുതസ്യ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താത്മം നമാമി ഭക്തശക്തിം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോപങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്മദാംബോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ
ശ്രീമദ് രത്നാകാര സിംഹാസനസ്തു ശ്രീമദ് രാധാ ശ്രീ ഗോവിന്ദ ദേവോ കൃഷ്ണാനപി സേവ്യമാനസ്മരാമി ശ്രീമൻരാസരസാരംഭീവം ശ്രീബലത്തരസ്ഥിതാകർഷന്മേന സുനേൻ ഗോപീർഗോപിനാഥസ്യസ്തു തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരവൃന്ദൻ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരവൃന്ദൻ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. तप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिय प्रणमामि हरिप्रिय प्रणमामि हरिप्रिय. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे राम राम हरे. मुगम करोति वाचालं भंगं लंघयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दं ശ്രീചൈതന്യീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ പരീക്ഷത്ത് മഹാരാജ് ശുകദേവ് ഗോസ്വാമി അടുത്ത് ഭഗവാനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പം ശുകദേവ് ഗോസ്വാമി തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ടാകാം, ഇത്രയും 5 ദിവസമായിട്ട് നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ പരീക്ഷത്ത് മഹാരാജ് പറയുകയാണ്, ഞാൻ എന്തായാലും ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, മരണം വരെ ഞാൻ ജലപാനം പോലും സേവിക്കത്തില്ല എന്ന്. പിന്നെ സർവോപരി അങ്ങയുടെ അധരപത്മങ്ങളിൽ നിന്നും ഭഗവാന്റെ അതിമധുരമായിട്ടുള്ള കൃഷ്ണരസായനം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭക്ഷണം, ദാഹം എല്ലാം ശമിക്കുകയാണ്. അത് പൊതുവേ എല്ലാവർക്കും അത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ദാഹത്തിൻ്റെ പ്രശ്നത്തിലാണ് പരീക്ഷത്ത് മഹാരാജാവിന് ഇതിനു മുമ്പേ ശാപം ലഭിച്ചത്. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പൊതുവേ വിശപ്പും ദാഹവും എല്ലാവർക്കും നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭഗവാനെക്കുറിച്ചുള്ള ലീലകൾ ശ്രവിക്കുന്നതിലൂടെ എനിക്ക് അതൊന്നും എന്നെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പരീക്ഷത്ത് മഹാരാജ് പറയുക. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉറങ്ങുന്ന ഉറക്കം, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഇന്ദ്രിയ ആവശ്യകതകൾ, ഇതെല്ലാം മനസ്സിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. എത്രത്തോളം നമ്മുടെ മനസ്സിന് ഇതൊക്കെ സഹിക്കാനും പറ്റും, സഹനശക്തി, അത് ക്ഷമിക്കണം, നമ്മുടെ മനസ്സും ശരീരമായിട്ട് കണക്റ്റഡ് ആണ്. മനസ്സൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ആണ് ഈ ശരീരമാകുന്ന യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് മനോനിയന്ത്രണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിനെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ നിയന്ത്രിക്കുന്നത് അധികം ബുദ്ധിമുട്ടില്ല. യോഗികൾക്ക് ഹിമാലയ സാനുക്കളിൽ ഇത്രയും തണുപ്പത്ത് വസ്ത്രം പോലും ധരിക്കാതെ അവർക്ക് കഴിയാൻ പറ്റുന്ന, ഒരു കൗപീനം ധരിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നത് ആ മനസ്സിൻ്റെ ആ ഒരു പവറാണ്. അന്നേരം നമ്മുടെ ഉള്ളിലെ ആ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അന്നേരം മൈൻഡ് പവർ എന്നാണ് എല്ലാവരും പൊതുവെ പറയാറുള്ളത്. ഞാനിപ്പോൾ അങ്ങനെയാണ് പറയാം, പക്ഷെ അത് തെറ്റാണ്. മൈൻഡ് പവർ അല്ല, ഇത് സ്പിരിച്വൽ പവറാണ്. മൈൻഡിൻ്റെ പവറാണ് ശരീരത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മൈൻഡ് ആവുന്ന ആ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്.
അന്നേരം മൈൻഡ് ശക്തമാകുമ്പോൾ നമ്മുടെ ശരീരം ശാരീരിക ബോധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ള ആധ്യാത്മിക ശക്തി അത് വരുമ്പോഴാണ് നമുക്ക് മൈൻഡിൻ്റെ പ്രവണതകളെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ 2 പവേഴ്സ് ഉണ്ട്. ഒന്ന് മൈൻഡിൻ്റെ പവർ, ഒന്ന് സ്പിരിച്വൽ പവർ. ആ സ്പിരിച്വൽ പവറാണ് ഇടയ്ക്ക് ഇൻ്റർനെറ്റ് കറക്റ്റായി. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആധ്യാത്മിക ശക്തിയാണ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത്. ആധ്യാത്മിക ശക്തി എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ശാരീരിക ശക്തി എങ്ങനെ വർദ്ധിക്കുന്നത്? ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്ത് മസിൽസ് ഡെവലപ്പ് ചെയ്യുക, ഭക്ഷണം, അങ്ങനെ. അതേപോലെ നമ്മുടെ ആധ്യാത്മിക ശക്തിയെ വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. എങ്ങനെ? ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്നും മാറി നിൽക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ ത്വരകളെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക, ആസക്തികളെ കുറയ്ക്കുക. അപ്പോൾ എന്തു പറ്റും? നമ്മുടെ ഉള്ളിൽ ആധ്യാത്മിക ശക്തി വർദ്ധിക്കും. ഇത് കൂടാതെ ആധ്യാത്മിക ശക്തിയുടെ സ്രോതസ്സുമായിട്ടൊരു കണക്ഷൻ വേണം, അതായത് ഭഗവാനായിട്ട്, അത് ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെയൊക്കെ. അപ്പോഴാണ് നമ്മുടെ ശക്തി വർദ്ധിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ലേ? അല്ലേ? തുടക്കത്തിലൊക്കെ നിങ്ങളുടെ മൈൻഡിനെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം മൈൻഡിനെ ഒരുവിധം നിയന്ത്രിക്കാൻ പറ്റുന്നു. ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയെ പോലെയാണ്, സമനില തെറ്റിയ ഒരു വ്യക്തിയെ പോലെയാണ് അനിയന്ത്രിതമായ മനസ്സ്. ആ മനസ്സ്, പൊതുവെ നമ്മൾ പറയില്ലേ മനസ്സിൻ്റെ സമനില തെറ്റിയെന്ന് പറയില്ല, അത് തന്നെയാണ് അവസ്ഥ. അതിൻ്റെ എക്സ്ട്രീമാണ് ഒരാൾ ഭ്രാന്ത് പിടിക്കുന്നത്. പക്ഷേ ആ ഒരു അവസ്ഥയിലാണ് എല്ലാവരും. അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു ആധ്യാത്മിക ഊർജം അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചാൽ നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അല്ലേ, എല്ലാവരും കറക്റ്റ് അല്ലേ ഇത് പറയുന്നത്? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? എല്ലാവരും കമൻസിലിടും. നമ്മളെല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഭക്തിയിൽ വരുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, മാനസികാവസ്ഥ, ഇപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്, ഒരുപാട് വ്യത്യാസമില്ലേ? അപ്പോൾ ഈ മനസ്സ് ഒരു വളരെ ഭഗവാൻ കൃഷ്ണനോട് അർജുൻ പറയുന്ന കേട്ടില്ലേ, എനിക്ക് കൊടുങ്കാറ്റിനെ വരെ എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഒരുവിധം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു കാര്യം മനസ്സിലാക്കണം. ഇതേ അർജുനാണ് ഈ കഠിനമായിട്ടുള്ള തപസ് ചെയ്തത്, ഉർവശിയുടെ പ്രലോഭനത്തിൽ വീഴാതിരുന്നത് ഇതേ അർജുൻ തന്നെയാണ്, ഉർവശി ദേവിയുടെ പ്രലോഭനത്തിൽ. അതെന്തുകൊണ്ട് അർജുന് സാധ്യമായി? കാരണം ആ സമയത്തുള്ള ആധ്യാത്മിക ഊർജ്ജം അത്രയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തു പറ്റി? ബന്ധുമിത്രാദികളെ കണ്ടപ്പോൾ അവരുമായിട്ടുള്ള ആസക്തി, അർജുൻ്റെ ഉള്ളിലുള്ള ആധ്യാത്മിക ഊർജത്തെ, ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുകയാണ്. അർജുൻ ശരീരബോധത്തിൽ പോവുകയാണ്. ബോധത്തിനനുസരിച്ചാണ് ഊർജം. നമ്മൾ ശരീരബോധത്തിലിരിക്കുമ്പോൾ നമ്മൾ മനസ്സിൻ്റെ ഊർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. മനസ്സ് ഏത് ഊർജത്തിലാണ്? സത്വ രജോ തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ ആധ്യാത്മിക അവബോധത്തിലിരിക്കുമ്പോൾ ആ ഒരു സ്പിരിച്വൽ ശക്തിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ആ ഒരു സ്പിരിച്വൽ ശക്തിയാണ് നമുക്ക് ശക്തമാക്കേണ്ടത്. അത് എത്രത്തോളം ശക്തമാക്കുന്നോ അത്രത്തോളം നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. ആചാര്യന്മാർ പറയുന്നു, നമ്മുടെ ഉള്ളിൽ 2 പട്ടികളുണ്ട്, നല്ല പട്ടിയും ചീത്തപ്പട്ടിയും. എന്നാൽ ഈ നല്ല പട്ടിയാണ് ആധ്യാത്മിക പട്ടി. ആധ്യാത്മിക പട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ ചീത്തപ്പട്ടിയാണ് മനസ്സാകുന്ന പട്ടി. അന്നേരം ഈ ആധ്യാത്മിക ഊർജമാണ് നല്ല പട്ടി എന്ന് പറയുന്നത്. ചീത്തപ്പട്ടി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഊർജം. അപ്പോൾ നമ്മൾ ഏത് പട്ടിയാണോ കൂടുതൽ ശക്തമായിട്ട് കുരയ്ക്കുന്നത് അതായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ആധ്യാത്മിക ഊർജം അത് നൽകുന്ന ആധ്യാത്മിക കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഉള്ളിലെ ആ നന്മ വർദ്ധിക്കുന്നു, നമ്മുടെ ഉള്ളിലെ പ്രഹ്ലാദൻ ശക്തനാകുന്നു. പക്ഷേ നമ്മൾ തെറ്റായിട്ടുള്ള പ്രവണതകളെയാണ് വർദ്ധിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് കൂടുതൽ ശക്തവും. അങ്ങനെ പൊതുവേ എല്ലായിടത്തും മൈൻഡ് പവർ എന്നാണ് പറയുന്നതെങ്കിലും ആക്ച്വലി നമ്മുടെ മൈൻഡിൻ്റെ ശരീരത്തിന് അപ്പുറത്തായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ പവറാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അതാണ് ഇവിടെ മെയിൻലി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അന്നേരം നിത്യേനയുള്ള ശ്രീമദ് ഭാഗവത കഥാശ്രവണം,
നാമജപം, സത്സംഗം കേൾക്കുന്നത്, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നത്, അതും ചുമ്മാ പുറമേ ചെയ്യുന്നതല്ല, ഉള്ളിൻ്റെ ഉള്ളിയും ഭഗവാനോട് ഇഷ്ടത്തോടു കൂടി ജപിക്കുന്നത്, അതെല്ലാം നമ്മുടെ ഉള്ളിലെ ആ ഒരു ആധ്യാത്മിക ഊർജ്ജത്തെ വർദ്ധിപ്പിക്കും. ഇനി മുന്നോട്ട് നമുക്ക് നോക്കാൻ എന്താ ശ്രമിക്കുന്നത്. അതാണ് പരീക്ഷത് മഹാരാജ് പറഞ്ഞത്. അന്നേരം പരീക്ഷത് മഹാരാജും ശുകദേവ് ഗോസ്വാമിയായിട്ടുള്ള ആ ഒരു സംവാദത്തെക്കുറിച്ച് സൂത ഗോസ്വാമി പിന്നെ ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നൈമിഷാരണ്യ വനത്തിൽ. അതാണല്ലോ ശ്രീമദ് ഭാഗവതം. ഇപ്പോൾ സൂത ഗോസ്വാമി പറയുന്നു, ശൗനക ഋഷി ഇങ്ങനെ ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തനായ ശുകദേവ് ഗോസ്വാമി എടുത്ത്, വ്യാസപുത്രനായ ശുകദേവ് ഗോസ്വാമി എടുത്ത് പരീക്ഷത്തിൻ്റെ ഈ പുണ്യമായിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ ശുകദേവ് ഗോസ്വാമി പരീക്ഷത്തിനോട് വളരെ ബഹുമാനത്തോടുകൂടി നന്ദി പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ലീലകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ഈ കലിയുഗത്തിലെ എല്ലാ ദുരിതങ്ങളെയും നശിപ്പിക്കുന്ന ആ കൃഷ്ണ ലീലകൾ പറയാൻ തുടങ്ങി. ഇവിടെ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുപാദം വയ്യാസഖി സ ഭഗവാനത വിഷ്ണുരാദം പ്രത്യർച്ചയാ കൃഷ്ണചരിതം കലികൽമഷഗ്നം. കലിയുടെ എല്ലാ കൽമഷങ്ങളും, നമ്മളെല്ലാവരും കലികൽമഷത്തിലാണ്. എന്താണ് ഈ കലികൽമഷം? കലഹം അല്ലേ? എല്ലാ ദിവസവും ഒരു കാരണമില്ലാതെ ഏതെങ്കിലും ഒരു കലഹത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അതിൽ നിന്നുള്ള മോചനം, സമാധാനക്കേട്, മനസ്സെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഒരു സമാധാനമില്ല, സന്തോഷമില്ല, സംതൃപ്തിയില്ല, അതെല്ലാം ഈ കലിയുടെ എല്ലാ ദോഷങ്ങളും തീർക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഭഗവാന്റെ ലീലകൾ. ഇപ്പോൾ ശുകദേവ് ഗോസ്വാമി പറയുകയാണ്, രാജഋഷിയായ പരീക്ഷത്തെ, നിനക്ക് വാസുദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ബുദ്ധി എപ്പോഴും ആധ്യാത്മികതയിൽ ഉറച്ചു നിൽക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നമുക്ക് ഭഗവാനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം, അപ്പോഴേ ഭഗവാന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഭഗവാനോട് ഇഷ്ടമല്ലാത്തവരോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഭഗവാന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അന്നേരം ഭഗവാനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിനെ ഉറച്ചു നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ചില വ്യക്തികൾ അവരെ ഭക്തിയിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ല, ഭഗവാനോട് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലായി, ഭഗവാനോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ല. അപ്പോൾ ആ ഇഷ്ടം അവർക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലേ? അവർ തുറന്ന മനസ്സോടുകൂടി ഭഗവാനോട് ഇഷ്ടമുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ ഇടപെടണം. അപ്പോൾ അവർക്കും ഭഗവാനോട് ഇഷ്ടം തോന്നും. നമ്മളങ്ങനെയല്ലേ? നമുക്ക് ഭഗവാനോട് നേരത്തെ ആകർഷണം ഉണ്ടായിരുന്നു, ഇത്രയും ഇഷ്ടമില്ലായിരുന്നു അല്ലേ? ഇപ്പം ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാന വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഭഗവാനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. അതൊരു സ്റ്റേജാണ്. അങ്ങനെ ഭഗവാനോട് ആ ഇഷ്ടം വർദ്ധിച്ച് ഭഗവാനോട് ഈ സേവനങ്ങൾ ചെയ്ത് 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 കൂടുതൽ ഇഷ്ടം വർദ്ധിച്ചു. ഭക്ത കൂട്ടായ്മ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഭക്ത കൂട്ടായ്മ നിൽക്കാനായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞത്. ഭഗവാനോട് ഇഷ്ടമുള്ള ഭക്തരുമായിട്ട് ഇടപെട്ട് അവർ ആ ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യും. അപ്പം ഭഗവാനോടുള്ള ഇഷ്ടം ഇനിയും വർദ്ധിക്കും. ഭഗവാനോട് ഇഷ്ടം ഇനിയും വർദ്ധിക്കും. എന്ത് പറ്റും? ഭഗവാന്റെ സേവനത്തിൽ നമ്മുടെ ബുദ്ധി കൂടുതൽ ഉറയ്ക്കും. വീണ്ടും ഭക്ത കൂട്ടായ്മയിൽ നിന്ന് സേവനം ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ഇഷ്ടം ഇനിയും വർദ്ധിക്കുന്നു, കൂടുതൽ ഭക്തിയിൽ ഉറയ്ക്കും. അങ്ങനെ ഉറച്ച് അത് നിഷ്ഠ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. നിഷ്ഠ എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശ്വാസമായിട്ട് മാറും. ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഇപ്പോൾ നമുക്ക് രണ്ട് സ്വഭാവമാണ്. ഭക്ത കൂട്ടായ്മ നിൽക്കുമ്പോൾ ഒരു സ്വഭാവം, ഭക്തരല്ലാതെ പിരിക്കുമ്പോൾ വേറൊരു സ്വഭാവം. പക്ഷേ ഭക്ത കൂട്ടായ്മയിൽ നിന്ന് സേവനം ചെയ്ത് 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 ഭഗവാനോടുള്ള ഒരു രതി, അതാണ് കറക്റ്റ് വാക്ക്. പൊതുവെ രതി എന്നുള്ളൊരു വാക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്, കാമമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ രതി എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക വാക്കാണ്. രതി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ഒരു
അമിതമായിട്ടുള്ള ഒരു സ്പോണ്ടേനിയസ് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് ഒരു കാമുകിക്ക് തോന്നുന്ന സ്നേഹം, അതേപോലെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു ഫീലിങ്സ്, അതാണ് രതി എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ ആ ഒരു രതി ഭഗവാന്റെ ഉള്ളിൽ ഭഗവാനോട് ഉണ്ടാകുമ്പോൾ ഭഗവാൻ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് മാറുകയാണ്. അങ്ങനെ നമ്മൾ ഭഗവാന് വേണ്ടി ഇനിയും സേവനം ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഭഗവാൻ നമ്മുടെ ആ ഒരു ആത്മാർത്ഥതയൊക്കെ കണ്ടിട്ട് നമ്മൾ ഭക്തരെ എങ്ങനെ ബഹുമാനിക്കുന്നു, ഭക്ത കൂട്ടായ്മയിൽ നിന്ന് എത്രത്തോളം നിഷ്ഠയോടുകൂടി സേവനം ചെയ്യുന്നു. നിഷ്ഠ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ആ കൃത്യസമയത്ത് ഇത്രയും നേരം ഫിക്സ്ഡായിട്ട് ഡെഡിക്കേറ്റഡ് ഡിറ്റർമിനേഷൻ, അതിനെയാണ് നിഷ്ഠ എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഭഗവാന് വേണ്ടി അതെന്നും ചെയ്തിരിക്കും. എന്ത് ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിലും മനസ്സിൻ്റെ ഡിസ്റ്റർബൻസ് എങ്ങനെയാണെങ്കിലും ഭഗവാന്റെ സേവനം തുടർച്ചയായിട്ട് ചെയ്യുന്നു. അതിനെയാണ് നിഷ്ഠ എന്ന് പറയുന്നത്. ഇന്ന് 16 മുറ ജപിക്കുന്നു, നാളെയും കൃത്യമായിട്ട് 16 മുറ ജപിക്കുന്നു, അതിൻ്റെ പിറ്റേന്നും ജപിക്കുന്നു. ഭഗവാന് വേണ്ടി ഇന്നും സേവനം ചെയ്തു, നാളെയും ചെയ്യുന്നു. അതാണ് നിഷ്ഠ എന്ന് പറയുന്നത്. കൃത്യനിഷ്ഠത നമ്മൾ പറയാറില്ലേ, കൃത്യനിഷ്ഠത. അതിൻ്റെ അർത്ഥം എന്താ? ആ ചെയ്യുന്ന പ്രവൃത്തി എല്ലാ ദിവസവും കൃത്യസമയത്ത് കൃത്യനേരത്തേക്ക് ചെയ്യുന്നു. വേറെ എന്ത് സംഭവിച്ചാലും ഇല്ലേലും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത് തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് നിഷ്ഠ വരുന്നത്. അന്നേരം ആ നിഷ്ഠ ഉറച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിഷ്ഠ ഉറച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ ആ നിഷ്ഠയെ ഭാവമാക്കി മാറ്റും. ഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനോടുള്ള ആ ഒരു ഭക്തിഭാവം ജാഗ്രതമായി തുടങ്ങും. ഈ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രേമത്തിന് തൊട്ട് മുമ്പേ ഉള്ള ഒരവസ്ഥയാണ്. നിഷ്ഠ വരെ നമ്മുടെ എഫേർട്സാണ്. നിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നമുക്ക് അനുഗ്രഹം നൽകും. അന്നേരം ആ നിഷ്ഠ തുടർന്നുകൊണ്ടിരിക്കണം. നിഷ്ഠ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ആ നിഷ്ഠയെ ഭാവമാക്കി മാറ്റും. ഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഭഗവാനോടുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫീലിങ്സ്, അത് നമ്മുടെ ശരീരവും മനസ്സും ഭഗവാന് കൊടുക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ആ ഒറിജിനൽ ഭാവത്തെ നിർമ്മിക്കും. ഭഗവാന് വേണ്ടി ഭഗവാനോടുള്ള ആ ഭാവം അത് ഭഗവാന്റെ കയ്യിലായിരിക്കും. ഭക്തിഭാവം നമ്മുടെ ഉള്ളിൽ ജാഗൃതമാക്കും ഭഗവാൻ. അതിപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് ലോക്കായി കിടക്കുകയാണ്. കാരണം എന്താ? നമുക്ക് ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഭാവം നഷ്ടപ്പെട്ടു. ഓക്കെ, അന്നേരം നമ്മൾ വിചാരിക്കും ഭാവം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി താല്പര്യം വരത്തില്ലേ? അപ്പം താല്പര്യം ഇല്ലാതെ ആ ഒരു അവസ്ഥ എങ്ങനെ വരുന്നത്? 2 കാര്യങ്ങളുണ്ട്. ഭാവം നമ്മുടെ കയ്യിലല്ല, അത് ഭഗവാന്റെ കയ്യിലാണ്. പക്ഷെ താല്പര്യം നമ്മുടെ കയ്യിലാണ്. അന്നേരം ഭഗവാനോടുള്ള ആ താല്പര്യം, ഇഷ്ടം, അത് നമ്മുടെ കയ്യിലാണ്. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവം വരത്തില്ലേ? നമ്മൾ ഈ ലോകത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഇപ്പോൾ എന്തോ പറയുന്നത്, ഒരു ഉദാഹരണം പറയുക. ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ സംസാരം, പെരുമാറ്റം, വ്യക്തിയുടെ കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങും അങ്ങനെ അതൊക്കെ ഉണ്ട്. അന്നേരം ആദ്യം എന്താ തോന്നുന്നത്? ആദ്യം ഒരു ഇഷ്ടം തോന്നണ്ടേ? ആ ഇഷ്ടം തോന്നിയതിന് ശേഷമാണ് ആ ഇഷ്ടം ഇനിയും വർദ്ധിച്ച് അതാണ് പിന്നെ ഉള്ളിൽ ആ ഒരു സ്നേഹമായിട്ട് മാറുന്നത്. അല്ലേ? അതായത് ഇഷ്ടത്തിൽ നിന്നാണ് പിന്നെ അത് സ്നേഹബന്ധത്തിലേക്ക് എത്തുന്നു. ഇഷ്ടമില്ലാതെ സ്നേഹബന്ധം ഒരിക്കലും ഉണ്ടാകത്തില്ല. അന്നേരം അതേപോലെ നമുക്ക് ഭഗവാനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അന്നേരം ഈ വിവാഹം കഴിച്ചതിന് ശേഷം ആ സ്നേഹബന്ധം നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ഇഷ്ടം നഷ്ടപ്പെട്ടതുകൊണ്ട്. അല്ലേ? തുടക്കത്തിൽ
ഒരിഷ്ടം ആ വ്യക്തിയായിട്ട് കാണും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ഇഷ്ടം നഷ്ടപ്പെടുമ്പോൾ ആ ബന്ധവും തകരാറിലാവുകയാണ്. പിന്നെ ആ വ്യക്തി ഇത്രയും കാലവും ഒരുമിച്ച് കഴിഞ്ഞ ആ വ്യക്തിയെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കണ്ടുവിടും. കാരണം ഇഷ്ടം നഷ്ടപ്പെട്ടു. എന്നാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തികൾ അതൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഭക്തിഭാവം ജാഗ്രതമാകും. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പാടില്ല. കാരണം കൂടുതലും നമ്മൾ ഭക്തിയിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാണ്. അധർമ്മം ചെയ്യും. അധർമ്മം ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഭഗവാന് നമ്മളോടുള്ള ഇഷ്ടം കുറയും. ഭഗവാന് നമ്മളോടുള്ള ഇഷ്ടം കുറയുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ഇഷ്ടം കുറയും. അപ്പോൾ എന്ത് പറ്റും? ആ ഭാവവും നഷ്ടപ്പെടും. ക്ലിയർ ആവുന്നുണ്ടോ? അന്നേരം ഭഗവാൻ ഒരു നിർജീവ വസ്തുവല്ല. ഭഗവാന്റെ വിഗ്രഹം ഒരു പ്രതിമയല്ല. ഭഗവാന്റെ ചിത്രം ഒരു നിർജീവ വസ്തുവല്ല. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹമായിട്ടുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ, അദ്ദേഹം നമ്മളുമായിട്ട് ഇടപെടുന്ന പോലെ ഈ ലോകത്ത് ആർക്കും ഇത്രയും ക്ലോസ് ആയിട്ട് ഇടപെടാൻ കഴിയില്ല. കാരണം അദ്ദേഹം അത്രയും ക്ലോസ് ആണ്. ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അദ്ദേഹം ഇരിപ്പുണ്ട്. രണ്ടാമത്, ഓരോ അണുവിലും അദ്ദേഹം ഇരിപ്പുണ്ട്. പിന്നെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന വലിയ വിഭുവായിട്ടും അദ്ദേഹം ഇരിക്കുകയാണ്. ഇത് കൂടാതെ നമ്മൾ ഇതിനകത്തിരിക്കുന്ന നമ്മൾ ആത്മാവ് അദ്ദേഹത്തിൻ്റെ അംശമാണ്. അന്നേരം നമുക്ക് അദ്ദേഹമായിട്ട് ഒരിക്കലും അകറ്റാൻ പറ്റാത്തൊരു ബന്ധം ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ലോകത്തുള്ള ഒരു ദേവീദേവനും നമ്മളോട്ട് ഇത്രയും ക്ലോസ് ആവത്തില്ല ഭഗവാൻ കൃഷ്ണനെ പോലെ. കാരണം എന്തുവാ? നമ്മളെ പോലെയാണ് മറ്റ് ദേവീദേവന്മാരും. അവർക്കും ഭഗവാനായിട്ടൊരു ബന്ധമാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കേണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ്. ഏകലേ ഈശ്വർ കൃഷ്ണ ആരസഭ ഭൃത്യ എന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. ഒരേ ഒരു ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിലുള്ള, അത് ഭഗവാൻ കൃഷ്ണനാണ്. ബാക്കി എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരാണ്. വിഷ്ണു പോലും ഭഗവാന്റെ വിസ്തരണമാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഗുരുവായൂരപ്പനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സർവ്വകാരണം. ഹരേഷ്ണ, ക്ഷമിക്കണം, ഇന്റർനെറ്റ് കട്ടായി. അപ്പോൾ ഇവിടെ ശുകദേവ് ഗോസ്വാമി പറയുന്നത്, പരീക്ഷത്തെ, നിനക്ക് വാസുദേവനോടൊരു ഇഷ്ടം, ആകർഷണം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നിന്റെ ബുദ്ധി അദ്ദേഹത്തിൽ ഉറച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. എന്താണ് മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? ശ്രീ ശുകോവാച സമ്യക് വ്യവസിതാ ബുദ്ധിസ് തവ രാജഋഷി സത്തമ വാസുദേവ കഥയാം തേ യജ്ജാത നൈഷ്ഠികി രഥി. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കൃഷ്ണനോട് ആ രതി ഉണ്ടാക്കുക എന്നതാണ്. കൃഷ്ണനോടൊരു ഇഷ്ടം, അതാണ് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്നിട്ട് എന്താ പറയുന്നത്? ആ ഒരു രതി ഒരിക്കലും തീരത്തില്ല. അത് ഏറ്റവും പവിത്രമാണ്, ഏറ്റവും ഉയർന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ യഥാർത്ഥത്തിൽ ജപിക്കുകയാണെങ്കിൽ ആ ജപിക്കാനുള്ള ഇഷ്ടം കൂടാത്തില്ലേ? ചിലവർ പറയും, നമ്മൾ ഏതൊരു വാക്കും തുടർച്ചയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ജപം പോലെയാണെന്ന്. അതെല്ലാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും. അത് കൃഷ്ണ 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 കൃഷ്ണ. ഇതേപോലെ നമുക്ക് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാത്ത ഏത് വാക്കും പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഏതാ? പട്ടി.
പട്ടി 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 പൂച്ച 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 പൂച്ച. രണ്ടും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ടടി. അല്ലെങ്കിൽ കേരളം 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 കേരളം. ഒന്ന് ജപിച്ചു പോകും, നിങ്ങളെല്ലാവരും ഒന്ന് ജപിച്ചു പോകും, ഒന്ന് ആലോചിച്ച് നോക്കും. ഭഗവാനായിട്ട് ബന്ധപ്പെടാത്ത പേര് നമുക്ക് ഒരു മിനിറ്റ് പോലും ജപിക്കാൻ തോന്നത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ? അല്ലെങ്കിൽ മോഹൻലാൽ 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 മോഹൻലാൽ, മമ്മൂട്ടി 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 മമ്മൂട്ടി, ദുൽഖർ 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 ദുൽഖർ, ഫാഫ 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 ഫാഫ. ബോറടിച്ച് ചാവത്തില്ലേ? ഒരു മിനിറ്റ് പോലും നമുക്ക് ജപിക്കാൻ പറ്റത്തില്ല, ഒരു മിനിറ്റ് പോലും. ലോജിക് അനുസരിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ? ഏത് പേര് വേണമെങ്കിലും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അതേ റിസൾട്ട് തന്നെ വരില്ലേ? പക്ഷേ കൃഷ്ണ 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 കൃഷ്ണ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, ഒന്ന് ട്രൈ ചെയ്യൂ. എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് കുറേ നേരം നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നവരെ കൃഷ്ണ എന്നൊന്ന് ജപിച്ചു നോക്കും. കൃഷ്ണ 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 കൃഷ്ണ. എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. നമുക്ക് ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ഒരാഗ്രഹവും ഇല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം അങ്ങനെ എത്രയോ ദിവസങ്ങൾ ആഹാരവും ഉറക്കവും എല്ലാം മാറ്റി വെച്ച് ശ്വാസം പോലും എടുക്കാതെ നമുക്ക് തുടർച്ചയായിട്ട് ജപിക്കാൻ പറ്റും അല്ലേ? നമുക്ക് ഈ ലോകമായിട്ട് പല അറ്റാച്ച്മെൻറ്റ്സും ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് തുടർച്ചയായിട്ട് ജപിക്കാൻ പറ്റാത്തത്. നമുക്ക് പല പല പ്രതീക്ഷകൾ ഇപ്പോഴും ഉണ്ട്, അഭിവാഞ്ചകൾ ഇനിയും ബാക്കിയുണ്ട്. എനിക്കത് ചെയ്യണമെന്നുണ്ട്, ഇത് ചെയ്യണമെന്നുണ്ട്, അത് ഇങ്ങനെ പലതും. ഇതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് ജപിക്കാത്തത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എങ്കിൽ, ഭഗവാനോട് നല്ല ഇഷ്ടം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് കൃഷ്ണ 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 കൃഷ്ണ. ഇത് നമുക്ക് എത്ര വേണമെന്ന് ചോദിക്കാൻ പറ്റും.
എത്ര വേണമെങ്കിലും. നമുക്ക് പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല, ഒന്നിനോടും താല്പര്യം കാണത്തില്ല, ഒന്നും ചെയ്യാൻ താല്പര്യം കാണത്തില്ല. ജസ്റ്റ് കൃഷ്ണ 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 കൃഷ്ണ. എത്ര വേണമെങ്കിലും നമുക്ക് ജപിക്കാൻ പറ്റും, ഒരു മടിയില്ല. നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ആസക്തികളാണ് നമുക്ക് ജപത്തിന് തടസ്സമായിട്ടിരിക്കുന്നത്. ഇനി ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചാലോ അത് കൂടുതൽ മധുരമാണ്. കാരണം രാധാറാണിയായിട്ട് കൃഷ്ണ ഇരിക്കുന്നു, രാധാറാണിയും ഭഗവാനുമായിട്ടുള്ള ലീലകളാണ് അത്. കൃഷ്ണ കൃഷ്ണ എന്ന് ജപിക്കുന്നതിനെക്കാട്ടിയും ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടം ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾ ജപിക്കുന്നത്. കാരണം ഭഗവാൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഭഗവാൻ എപ്പോഴും ഭക്ത കൂട്ടായ്മ നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ജപിക്കേണ്ടത്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം രാം. ഞാൻ ജപിച്ചു എത്ര വേണമെങ്കിലും. ഈ ജപിക്കുന്നതിന് മുമ്പേ പഞ്ചതത്വ മന്ത്രം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസതി ഗൗരഭക്തവൃന്ദ, ഈ ഒരു മന്ത്രം ജപിച്ച് പഞ്ചതത്വയുടെ അനുഗ്രഹം അഭ്യർത്ഥിക്കുക. ഹരേ കൃഷ്ണ മന്ത്രം തുടർച്ചയായിട്ട് ജപിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ. എത്ര മനോഹരമാണ്. അത് ഈ ജപിക്കുന്ന സമയത്ത് കണ്ണടച്ച് ആ ഹരേ കൃഷ്ണ അക്ഷരങ്ങളെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ച് നമ്മൾ ആ നാവിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ കൺമുന്നിൽ കാണുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. അതായത് ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഹരേ കൃഷ്ണ എന്ന് അക്ഷരങ്ങളിൽ കാണുക. നമുക്കിഷ്ടമുള്ള ഭാഷയിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതാണെങ്കിലും. ഇത് തുടരാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. ഇത്ര മനോഹരമാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസിൽ വരും. എന്ത് തോന്നി ഇങ്ങനെ ജപിച്ചു? നമ്മൾ ആ ജപിക്കുന്ന സമയത്ത് ആ മന്ത്രം കൺമുന്നിൽ വരുന്നതായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്ത് തോന്നും? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഒരു ഹരേ കൃഷ്ണ എങ്കിലും നമുക്ക് കാണാൻ പറ്റിയല്ലോ, അല്ലേ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? അങ്ങനെ എന്തായിരുന്നു എക്സ്പീരിയൻസ്? കമൻസ് വരും. ഇപ്പോൾ ചില നാമജപത്തിൽ വിശ്വാസമില്ലാത്ത, നാമം ജപിക്കാത്ത ചില വ്യക്തികൾ പറയും, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? സത്യം പറഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല, ശ്വാസം എടുത്തിട്ടും കാര്യമില്ല. നമ്മൾ ഇത്രയും തീറ്റി പോറ്റുന്ന ഈ ശരീരം ഒരു ദിവസം കത്തിക്കേണ്ടി വരും. ഒരു ദിവസം മണ്ണിൻ്റെ അടിയിലാവും. എത്ര നമ്മൾ ജപിക്കുന്നോ അത് മാത്രമേ നമ്മളെ സഹായിക്കൂ. നമ്മളെല്ലാം ഈ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ ഓടുന്നത്. ഭക്ഷണം കഴിച്ചിട്ടും എന്താണ്? ഒന്നുകിൽ അത് മലമായിട്ട് പോകും, അല്ലെങ്കിൽ പിന്നെ ഈ ശരീരം നമ്മളെ എന്തായാലും വിട്ടുപോകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും വേസ്റ്റാണ്, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലും വേസ്റ്റാണ്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും, നമുക്ക് ജീവിക്കണ്ടേ, ജീവിച്ചിട്ട് എന്ത് ചെയ്യാൻ? നമ്മുടെ വിചാരം ശ്വാസം എടുക്കുന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. നമ്മൾ വിചാരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. പക്ഷേ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഊർജം സൂര്യചന്ദ്രന്മാരിൽ നിന്നാണ്. ആ സൂര്യചന്ദ്രന്മാരുടെ ഊർജം ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഭഗവാനുമായിട്ട് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ടല്ലോ? പിന്നെ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ രുചിയില്ല എങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നു. രുചിയിലൂടെ നമ്മളൊരു ആസ്വാദനമാണ് കാണുന്നത്, അല്ലേ? അന്നേരം ആ നാമജപത്തിലൂടെ നമുക്ക് ആ ആസ്വാദനം ചെയ്യും. സോ ആനന്ദമയോ അഭ്യാസാത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കളും അന്വേഷിക്കുന്ന ആനന്ദമാണ്. ആ ആനന്ദം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നിനും താല്പര്യം കാണത്തില്ല. ഇത്രയും ഹൈ ക്വാളിറ്റി ആനന്ദം നമുക്ക് കിട്ടുവാണെങ്കിൽ ലോ ക്വാളിറ്റി ആനന്ദത്തിന് നമ്മൾ പോകും. നമുക്ക് ഭക്ഷണത്തിനോടാണോ ഇഷ്ടം, പ്രസാദത്തിനോടാണ്? നമ്മൾ ഈ നിവേദിച്ച് പ്രസാദം കഴിച്ച് ശീലിച്ചതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രസാദം ഇല്ലാതെ വേറൊന്നും പറ്റത്തില്ല. സത്യമല്ലേ? പ്രസാദം കഴിക്കുമ്പോൾ അകത്തുനിന്നൊരു ഊർജ്ജമാണ്, എന്തോ ഒരു പ്രത്യേക, അത് നമ്മൾ മനസ്സിലാക്കും, അത് ആ കൃഷ്ണനാണത്. പ്രസാദത്തിലൂടെ നമ്മൾ കൃഷ്ണനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ. സത്സംഗം കേൾക്കുമ്പോൾ നമുക്ക് മറ്റു വാചകവടി, ന്യൂസ് അതൊക്കെ സിനിമ അതൊക്കെ കാണുന്നതിനെക്കാട്ടിയും നമുക്ക് ആ സത്സംഗം ഇഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ്? ആ വാക്കുകളിലൂടെ നമ്മൾ കൃഷ്ണനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇനി ഭഗവാന്റെ ചിത്രം, മറ്റ് ഫോട്ടോസ്, നമ്മുടെ സെൽഫി അതൊക്കെ പിക്ചേഴ്സ് കാണുന്നതിന് പോലെ നമ്മൾ ഭഗവാന്റെ ചിത്രം മണിക്കൂറോളം ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ആ ചിത്രത്തിലൂടെ നമ്മൾ ഭഗവാനെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഇനി പല പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും, പക്ഷെ നമ്മൾ ഭഗവാനെ കുറിച്ച് പറയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ പലതും ചോദിക്കുമ്പോൾ ആ ശരി ഒന്നും മിണ്ടാൻ തോന്നത്തില്ല. പക്ഷെ ഭഗവാനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാലോ, ഞാൻ ഇപ്പം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയായിരിക്കും ചോദിച്ചത്, പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മുഖം കരോതി വാചാലം. നമ്മൾ മിണ്ടാതിരുന്ന ആൾക്കാർ വാചാലന്മാരായിട്ട് മാറും ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ. എന്തുകൊണ്ട്? ആ സംസാരിക്കുന്നതിലൂടെ നമ്മൾ ഭഗവാനെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. സോ നമ്മളെല്ലാവരും കൃഷ്ണനെ അനുഭവിച്ചറിയാനാണ് ആഗ്രഹിക്കുന്നത്. യസ്യാനുഭാവം, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ആ ഭഗവാനെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ സ്രോതസ്സാണ്, സച്ചിദാനന്ദനാണ് ഭഗവാൻ. അന്നേരം ആ ഭഗവാനെ നമ്മൾ അനുഭവിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദം
അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രസാദത്തിലൂടെയും വാക്കുകളിലൂടെയും നോട്ടത്തിലൂടെയും ആ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച തുളസി, അല്ലേ? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ക്ഷമിക്കണം, ഇന്റർനെറ്റ് വളരെ സ്ലോ കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നോക്കിയേ, 4 കുമാരന്മാര് ഭഗവാനെ ആദ്യമായിട്ട് കാണുന്ന രംഗമാണ്. ഇത്ര മനോഹരമായിട്ടുള്ള ചിത്രമാണ് നോക്കുന്നത്. ഒരു കുമാരൻ ഭഗവാന്റെ തൃപ്പാദത്തെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. ഒരു കുമാരൻ ഭഗവാന്റെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഒരു കുമാരൻ ദൂരെ നിന്ന് ഇങ്ങനെ മൊത്തത്തിലുള്ള ഭംഗി ഇങ്ങനെ നോക്കി ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ചിരിക്കുന്നു. ഒരു കുമാരനാണെങ്കിൽ ഭഗവാന്റെ കയ്യിലോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു. സോ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും സനത് കുമാർ ഋഷിയുടെ തൃപ്പാദത്തിലെ ഒരു ധൂളി പോലും അല്ല നമ്മൾ. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ്. പക്ഷേ ഇതല്ലാതെ മറ്റു പല ആഗ്രഹങ്ങളും നമ്മൾ ഒപ്പം സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. ഈ ചിത്രം എങ്ങനെയുണ്ട്? ഒരു കുമാരനെ കണ്ടില്ലേ, ഭഗവാന്റെ തൃപ്പാദത്തെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാണ്. കണ്ടില്ലേ ഈ കുമാരനെ നോക്കി? ഭഗവാന്റെ പാദത്തെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയ മറ്റു കുമാരൻ ഭഗവാന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയാണ്. വേറൊരു കുമാരൻ ദൂരെ നിന്ന് ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട്, ഒരു കുമാരൻ ഭഗവാന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്.
ഭഗവാന്റെ നിപ്പൊക്കെ എന്ത് രസമുണ്ടല്ലേ. ഭഗവാൻ ഇങ്ങനെ കുനിഞ്ഞ് 4 പേരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോകുന്ന രീതിയിലാണ് ഭഗവാന്റെ നിപ്പ്. ഈ ഒരു ചിത്രം നമുക്ക് എത്ര നേരം നോക്കിയിരിക്കാൻ പറ്റും? എത്ര നേരം വേണമെങ്കിൽ, അല്ലേ? നമുക്ക് മടുപ്പ് തോന്നുമോ? ഒരിക്കലും തോന്നത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്കൊരു സമാധാനം ഇല്ലാത്തത്. നമ്മുടെ യഥാർത്ഥ ആവശ്യം നിറവേറ്റപ്പെടുമ്പോൾ നമുക്ക് പിന്നെ ഒന്നിനോടും താല്പര്യം കാണത്തില്ല. ഇപ്പം ചില വ്യക്തികൾ പറയും, ഞാൻ ഭഗവാനെ കണ്ടു, ഞാൻ ഗുരുവായൂരിൽ വെച്ച് ഭഗവാനെ കണ്ടു, ഭഗവാൻ ഇങ്ങനെ പായസം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു. സാധ്യമുണ്ട്. ഭഗവാൻ എവിടെയാണ് വരാൻ പറ്റാത്ത? ഒരു തൂണിൽ നിന്ന് വരെ ഭഗവാൻ വരാൻ പറ്റുമെങ്കിൽ ഓരോ മൺതരിയിൽ പോലും ഭഗവാനുണ്ട്, ഓരോ അണുവിലും ഭഗവാനുണ്ട്. അപ്പം ഭഗവാൻ എവിടെ നിന്നാണ് വരാൻ പറ്റാത്തത്? പക്ഷേ ഭഗവാനുമായിട്ടൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉടനെയുള്ള അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനോടും നമുക്ക് താല്പര്യം കാണത്തില്ല. ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിനോടും പറഞ്ഞാൽ ഒന്നിനോടും താല്പര്യം കാണത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ശരീരത്തിനോട് നമുക്ക് താല്പര്യം തീരെ കുറയും. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിപ്പോൾ ഒരു വ്യക്തി അവകാശപ്പെടുന്നു ഞാൻ ഭഗവാനെ കണ്ടു എന്ന്. അങ്ങനെ അവകാശപ്പെടുന്ന വ്യക്തി നമുക്കത് കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ വ്യക്തിക്ക് ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ എത്രത്തോളം കുറഞ്ഞു? കാമം, ക്രോധം, മോഹം, ലോഭം, മതമത്സരാദികൾ, ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട കൊതികൾ, തനി നാടൻ ഭാഷയിൽ പറഞ്ഞ കൊതികൾ എത്രയും കുറഞ്ഞു? എന്നിട്ട് ഭഗവാനെ കാണാനുള്ള കൊതി എത്രയും വർദ്ധിച്ചു, അല്ലേ? നിങ്ങളുടെ എല്ലാം സ്ഥലങ്ങളിലും നിങ്ങളുടെ ഭാഷയിലും മലയാളത്തിന് തന്നെ പല രീതിയുണ്ടല്ലോ. ഇപ്പം കാസർഗോഡ് സംസാരിക്കുന്ന എല്ലാ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന അന്നേരം പല പല മലയാള ഭാഷകളും ഉണ്ട്. അന്നേരം കൊതികൾ എന്ന് പറയുമ്പോൾ കറക്റ്റല്ലേ? എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം, അല്ലേ? തീവ്രമായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു കുട്ടികൾക്ക് ഈ പലഹാരങ്ങൾ, ഐസ്ക്രീം കഴിക്കാൻ ഒരു കൊതി, മനസ്സിലായില്ലേ? അന്നേരം അതേപോലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ അന്നേരം അതിതീവ്രമായിട്ടുള്ള ആഗ്രഹത്തെയാണ് കൊതി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പലതിനോടും കൊതികളുണ്ട്, പലതിനോടും. പക്ഷേ ഭഗവാനോടുള്ള കൊതി വേണ്ടുവോളം ഇല്ല. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്, സത്യം പറഞ്ഞാൽ. സോ നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡയബറ്റീസ് ബാധിച്ച ഒരു വ്യക്തി, ഡയബറ്റീസ് വളരെ ഹൈ ലെവലിലിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മധുരം ഒട്ടും കഴിക്കാൻ പാടില്ല. പക്ഷെ നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മധുരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതെല്ലാം ചെയ്യുന്നിട്ട് അത് വലിയ ബോംബായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോൾ. കാരണം ഈ മധുരം കഴിച്ച് അദ്ദേഹത്തിന് നാവിന് രുചിയുള്ള ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം കിഡ്നി പ്രശ്നമായി, ലിവർ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചാലും രുചി കാണത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഈ ലോകത്തിൽ നമ്മളെല്ലാം ഡയബറ്റീസ് ബാധിച്ച പേഷ്യൻറ്റിനെ പോലെയാണ്. എന്നിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത ഏതൊക്കെ ആഗ്രഹങ്ങൾ, കൊതികൾ നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കുന്നുവോ അതെല്ലാം മധുരപലഹാരങ്ങളെ പോലെയാണ്. മധുരപലഹാരം മാത്രമല്ല, നമ്മൾ ഡയറക്റ്റ്ലി പഞ്ചസാര കഴിക്കുന്ന പോലെയാണ്.
അതിലൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാവിന് വളരെ തൃപ്തികരമായിട്ട് തോന്നും ആ നിമിഷത്തിൽ. പക്ഷെ ഇതെല്ലാം പോകുന്ന അകത്താണ്. അകത്ത് പോയിട്ട് അത് എന്ത് സ്ഫോടനമാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ആസക്തികളെ കുറയ്ക്കണം. അപ്പോൾ ആ മധുര പലഹാരം കൊണ്ടുള്ള ആ അഭിനിവേശം നമ്മൾ മാറ്റി നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശരീരത്തിനെ ആരോഗ്യപരമായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിൽ. അതേപോലെയാണ് ഭക്തിയിൽ. അന്നേരം മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഒന്നും കിട്ടാനില്ല. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ബാധിച്ച ഒരു പേഷ്യൻ്റ് തുടർച്ചയായിട്ട് മധുരപലഹാരങ്ങൾ കഴിക്കുന്ന പോലെയാണ്. പക്ഷെ ഇതിന് പകരം നമ്മൾ ഭഗവാന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ, ഭഗവത് കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ പരം വേറൊന്നും ഇല്ലേ? എന്തായാലും ഒരു ദിവസം നമുക്ക് ഈ ലോകം വിട്ടു പോകണം. അതിനു മുമ്പേ ഈ ശരീരം നശിച്ച് തീരാറാകുന്നതിന് മുമ്പേ ഈ ശരീരത്തെ നമുക്ക് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി, ഭഗവാനുമായിട്ടുള്ള ഒരു സാമീപ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ് ശിവദേവ് ഗോസ്വാമിയോട് പറയുന്നത്. ശിവദേവ് ഗോസ്വാമി പരീക്ഷത്തിനോട് പറയും, പരീക്ഷത്തെ, നിനക്ക് ഭഗവാനോട് നേരത്തെ തന്നെ ഒരു ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് നിന്റെ ബുദ്ധി അധികം ഉറച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും ഭഗവാനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം. ആ ഇഷ്ടം നമുക്ക് ഇല്ല എങ്കിൽ ആ ഇഷ്ടത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം? അത് ഭഗവാനോട് ഇഷ്ടമുള്ള ഭക്തരുമായിട്ട് ഇടപെട്ട്. അന്നേരം ഭഗവാനോട് ഇഷ്ടമുള്ള ഭക്തർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവർ. അതാണ് ഭഗവാനോട് ഇഷ്ടമുള്ള വ്യക്തികൾ. അന്നേരം നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഉള്ളിലും ഭഗവാനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. ഭഗവാനായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ ഇഷ്ടം കുറയും. അപ്പോൾ നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കും. എന്നിട്ട് ശിവദേവ് ഗോസ്വാമി പറയുന്നത്, ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. എന്താ? കൃഷ്ണരഥി, ഭഗവാനോടുള്ള ഇഷ്ടത്തെ വർദ്ധിപ്പിക്കുക എന്നതാണ്. കാരണം എന്താണ്? ആ ഒരു രഥി ഒരിക്കലും തീരത്തുമില്ല. അത് നമ്മളെ സന്തോഷിപ്പിക്കും, സമാധാനിപ്പിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനോടുള്ള താല്പര്യം കുറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ നമ്മുടെ ഈ കുടുംബജീവിതം അതൊക്കെ എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഞാൻ കഴിഞ്ഞ സത്സംഗത്തിലും പറഞ്ഞു, കലിയുഗം തുടങ്ങിയിട്ട് 5000 വർഷങ്ങളായി. ഈ 5000 വർഷങ്ങൾക്കിടെ നമ്മൾ മനുഷ്യജന്മം തന്നെയാണ് എടുത്തു എന്ന് കരുതട്ടെ, ഉദാഹരണത്തിന്. അന്നേരം 5000 വർഷങ്ങൾക്കിടയിൽ എത്ര 100 വർഷങ്ങളുണ്ട്? 100 ഒരു 50 ജന്മങ്ങൾ നമ്മുടെ കഴിഞ്ഞു ഈ കലിയുഗം തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ. അതാലോചിച്ചു. ഈ കലിയുഗത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ 50 ജന്മങ്ങൾ കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനുഷ്യരായിരുന്നുവെങ്കിൽ, മൃഗങ്ങളായിരുന്നുവെങ്കിൽ ഇതിനും കൂടുതൽ. കാരണം മൃഗങ്ങളുടെ ആയുസ് കുറവാണ്. ഒരു പാറ്റയുടെ ആയുസ് എത്രയായിരിക്കും? ഒരു ഈച്ചയുടെ ആയുസ് എത്ര? ഒരു പല്ലിയുടെ ആയുസ് എത്രയായിരിക്കും? മനസ്സിലായില്ലേ? പശുക്കളുടെയും പട്ടി, പൂച്ച, അങ്ങനെ മൃഗങ്ങളുടെയൊക്കെ, വവ്വാല്, പറവകൾ, പല രീതിയിലുള്ളതൊക്കെ. അപ്പോൾ മനുഷ്യജന്മം മാത്രമാണെങ്കിൽ പോലും ഏകദേശം ഒരു 50 ജന്മങ്ങൾ നമ്മുടെ കഴിഞ്ഞു. ഇനി ദ്വാപരയുഗത്തിൻ്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഒരു 10000 വർഷം ആയുസാണ് നമുക്ക് എന്ന് ഇരിക്കട്ടെ. അല്ല, 1000 വർഷം. ദ്വാപരയുഗത്തിൽ 1000 വർഷമാണ്. ദ്വാപരയുഗത്തിൻ്റെ മൊത്തം കാലാവധി എന്ന് പറഞ്ഞാൽ 4,32,000 കലിയുഗം, അതിൻ്റെ ഡബിളാണ്. അതായത് 8,64,000. അതാണ് ദ്വാപരയുഗത്തിൻ്റെ ഒരു കാലാവധി. അപ്പോൾ 8,64,000 ആണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം പിന്നെ ഒരു 1000 വർഷം നമ്മൾ ഓരോ ജന്മത്തിലും ജീവിച്ചെങ്കിൽ പോലും 864 ജന്മങ്ങൾ നമ്മൾ ദ്വാപരയുഗത്തിൽ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ത്രേതായുഗത്തിലെ കാര്യം ഒന്ന് ആലോചിച്ചു. ഇതേപോലെ സത്യയുഗം, ഇതിനു മുമ്പെയുള്ള കലിയുഗം, ഇതിനു മുമ്പെയുള്ള ദ്വാപരയുഗം, ഇതിനു മുമ്പെയുള്ള ത്രേതായുഗം, ഇതിനു മുമ്പെയുള്ള സത്യയുഗം, അങ്ങനെ എത്രയോ. ഇപ്പം ബ്രഹ്മദേവൻ്റെ 50 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആ 50 വർഷത്തിൽ 12 മാസങ്ങളുണ്ട് ഓരോ വർഷത്തിലും.
എത്രയോ 12 മാസങ്ങളുണ്ട്, അതിലെത്രയോ ദിവസങ്ങളുണ്ട്. അതിൽ ഒരു ദിവസത്തിലാണ് 1000 ചതുർയുഗം കഴിയുന്നത്. അതിൽ ഒരു യുഗത്തിലെ കലിയുഗത്തിനെയും ദ്വാപരയുഗത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നു? ഇതുവരെ നമ്മൾ 50 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 1000 കലിയുഗവും ദ്വാപരയുഗവും ത്രേതായുഗവും സത്യയുഗവും ഒക്കെ കഴിയുമ്പോഴാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസമാകുന്നത്. അതേപോലെ ബ്രഹ്മദേവന്റെ ഒരു രാത്രിയുണ്ട്. അങ്ങനെ 30 ദിവസം, 12, അതൊരു ഒരു മാസമായി 12 മാസം, ഒരു വർഷം, അങ്ങനെ 50 വർഷം കഴിഞ്ഞു പോയി. അപ്പോ ഈ ഒരു ബ്രഹ്മദേവൻ വന്നതിന് ശേഷം ബ്രഹ്മദേവന്റെ 50 വർഷങ്ങൾക്കിടയിൽ നമ്മൾ എത്ര പ്രാവശ്യം ജനിച്ചു മരിച്ചു നമ്മൾ ചിന്തിക്കുക. ഇത് ഒരു ബ്രഹ്മദേവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ഈ ബ്രഹ്മദേവന് മുമ്പേ ഇനിയും വേറൊരു ബ്രഹ്മദേവൻ ഉണ്ടായിരുന്നു, അതിനു മുമ്പേയും ഇനിയൊരു ബ്രഹ്മദേവൻ ഉണ്ടായിരുന്നു. എത്രയോ ബ്രഹ്മദേവന്മാർ വന്നിട്ട് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് കാലാതീതം എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൽ വന്നതിനെ കുറിച്ചൊരു കണക്ക് പറയാൻ കഴിയില്ല, എപ്പം വന്നു എന്ന്. കാലാതീതമാണ്, കണക്കുകൾക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ജന്മത്തെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുന്നു. പക്ഷെ ഇതിനു മുമ്പേ ഉള്ള ജന്മങ്ങളെക്കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? ഈ ജന്മത്തിൽ ചെയ്ത അതേ തെറ്റുകൾ തന്നെയാണ് കഴിഞ്ഞ ജന്മങ്ങളിലും ചെയ്തത്. അതുകൊണ്ടാണല്ലോ വീണ്ടും ജനിച്ചത്. അതുകൊണ്ട് ഈ ജന്മത്തിലെങ്കിലും നമ്മൾ ആ തെറ്റുകളെ തിരുത്തുക. എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത്? ഭഗവാനെ തിരഞ്ഞെടുക്കുന്നതിന് പകരം, ഭഗവാനെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കുന്നതിന് പകരം മറ്റു പല കാര്യങ്ങളെയും, മറ്റു പല വ്യക്തികളെയും, മറ്റു പല വസ്തുക്കളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, മറ്റു പല നേട്ടങ്ങളെയും നേട്ടങ്ങളായിട്ട് നമ്മൾ കണ്ടു. ഇത് തന്നെയാണ് എല്ലാ ജന്മത്തിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ ജന്മത്തിലും നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്തത്. ഇതിനു മുമ്പെയുള്ള ഒരു ജന്മത്തിലും നമ്മൾ ഭഗവാനെ ലക്ഷ്യമാക്കിയിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ വരത്തില്ലല്ലോ, അല്ലേ? കാരണം ഭഗവാനെ ലക്ഷ്യമായിട്ട് ജീവിക്കുന്നത് ഭഗവാന്റെ ലോകത്തല്ലേ പോകുന്നത്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും യുഗങ്ങളായിട്ട് നമ്മൾ ഭഗവാനെ ലക്ഷ്യമാക്കാതെ വേറെ ഏതോ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുകയാണ്. അന്നേരം ഇനിയും അങ്ങനെ തന്നെ തുടരാനാണോ നമ്മുടെ പ്ലാൻ? ഇത്രയും ജന്മങ്ങൾ നമ്മുടെ വെറുതെ പോയില്ലേ? ഇന്ന് നമുക്ക് ലഭിച്ച ഈ ഒരു ജന്മം, ഇനി മുതലെങ്കിലും നമുക്കൊരു ശ്രേഷ്ഠമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചൂടെ? ഭഗവാന് വേണ്ടി ജീവിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇനിയൊരു ജന്മം നമുക്ക് എടുക്കേണ്ടി വരത്തില്ല. ഈ ഒരു ജന്മത്തിൽ തന്നെ ഇനി നമുക്ക് കുറച്ച് വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് ഉറപ്പില്ല. നമുക്ക് എത്ര വർഷങ്ങളുണ്ടെന്നോ, എത്ര മാസങ്ങളുണ്ടോ, എത്ര ദിവസങ്ങളുണ്ടെന്നോ പോലും നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു നിമിഷം മാത്രമായിരിക്കും. ഈ സത്സംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനോടുണ്ടോ, ഞാനോ നിങ്ങളോ ജീവനോടുണ്ടെന്ന് പോലും നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. അടുത്ത നിമിഷം, ഏത് നിമിഷവും നമ്മുടെ ഹൃദയം സ്തംഭിക്കാൻ പറ്റും. വലിയ വലിയ ജിമ്മിൽ പോകുന്ന ആൾക്കാർ പോലും ഒറ്റ നിമിഷം കൊണ്ട് ഹാർട്ട് സ്റ്റോപ്പ് ആവാൻ, ഇത്രയും ഫിറ്റായിട്ടുള്ള ശരീരമുള്ളവർ പോലും. അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ ആണ് നമുക്ക് ബാക്കിയെങ്കിൽ ആ നിമിഷങ്ങൾ നമ്മുടെ ഗുരുവായൂരപ്പന് വേണ്ടി കൊടുത്തൂടെ? കാരണം എത്രയോ ജന്മങ്ങൾ നമ്മൾ വെറുതെ കളഞ്ഞു കുളിച്ചു. ഈ ഒരു ജന്മത്തിലെ എത്രയോ വർഷങ്ങൾ നമ്മൾ വെറുതെ ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി, നമ്മുടേതായിട്ടുള്ള ആസക്തികൾക്ക് വേണ്ടി കളഞ്ഞു. അന്നേരം ഇന്ന് ഈ നിമിഷം മുതലെങ്കിലും നമ്മൾ പുതിയൊരു ജീവിതം ആരംഭിക്കുക. ശരിയാ, നമ്മൾ ജപിക്കുന്നുണ്ട്, നമ്മുടെ കഴിവിൻ്റെ പരമാവധി സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വിടേണ്ടത് ഇതുവരെയും വിട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാനോട് ഇഷ്ടം ഉണ്ടായിരിക്കണം, ഭഗവാനായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയും വേണം. രണ്ടും വേണം. അല്ലെങ്കിൽ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയില്ല. ഭഗവാൻ കൃഷ്ണൻ, ഭഗവാന്റെ ലോകം ഗോലോകം, ഈ ലോകം ഭൗതിക ലോകം. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് ഭഗവാനോടും ഇഷ്ടം, ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോടും ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റുമോ? കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമല്ലേ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലിരിക്കുന്നു, നമുക്ക് അമേരിക്കയിൽ പോകണം. അപ്പോൾ നമുക്ക് ഇന്ത്യ വിടാനും താല്പര്യമില്ല, അമേരിക്കയിൽ പോകണമെന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അമേരിക്കയിൽ പോകണമെങ്കിൽ
ഇവിടെ ഇരിക്കാനുള്ള ആഗ്രഹം തീരണം. എങ്കിലേ നമ്മൾ ഫ്ലൈറ്റിൽ കയറും, എങ്കിലേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും, അല്ലേ? അതായത് ഒരു നങ്കുരം, വെള്ളത്തിൻ്റെ ആ നങ്കുരം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്, അല്ലേ? നങ്കുരം ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അഴിക്കാതെ വെള്ളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഇല്ലേ? നങ്കുരം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? അപ്പോൾ അതേപോലെ നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പോകണോ, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളെയും നമുക്ക് വിട്ടേ പറ്റൂ. എങ്കിൽ മാത്രമേ ഇത്രയും ജന്മങ്ങളായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ആ സ്ഥലത്തേക്ക് ഈ ജന്മത്തിലെങ്കിലും പോകാൻ പറ്റുന്നു. അതിനുള്ള മഹാസൗഭാഗ്യം എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇനി വൈകുന്നേരം 7 മണിക്ക് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.